പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വിഷു സ്പെഷ്യൽ ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 മീറ്റർ മെയിൻ ക്ലോത്തും 1.5 മീറ്റർ ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. സെമി അംബ്രല്ല ഫ്രോക്കാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ തുണി രണ്ടായി ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത്ത് ഞാൻ 10.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ്. 1.5 ഇഞ്ച് സീം അലവൻസ്. ഷോൾഡർ ഞാൻ 4.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഷോൾഡർ 9 ആണ് വരിക. അതിൻ്റെ പകുതിയാണ് 4.5. അത് ഇവിടെ മാർക്ക് ചെയ്തു. താഴത്തോട്ട് ഞാൻ ആം ഹോൾ 5 ഇഞ്ചസിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ചെസ്റ്റ് 21 വരിക. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5.25 വരും. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഞാൻ ലൂസും മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 7.25 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരക്കാം. വേസ്റ്റ് റൗണ്ട് 20 ഇഞ്ചാണ് ടോട്ടൽ വരിക. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ്, പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസ്. അങ്ങനെ ഞാൻ 7 മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്ക് ഡെപ്ത്ത് താഴത്തോട്ടേക്ക് 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് യു ഷേപ്പിൽ വരച്ചെടുക്കാം. ഞാൻ യൂനക്കാണ് കൊടുക്കുന്നത്. സൈഡിൽ ഇതുപോലെ 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ ആം ഹോൾ റൗണ്ടും കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സിബ് വെക്കാൻ വേണ്ടി നമുക്കൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴത്തോട്ടേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം 1/2 ഇഞ്ചിൽ. നമ്മൾ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്തുനിന്ന് മാറ്റി ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് അതിൻ്റെ മേലെ വെച്ച് നമുക്ക് ഇതുപോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നടുക്കേ കൂടെ ഒന്ന് പീസാക്കി എടുക്കാം. ഇത് സിബ് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊണ്ട്. ഇനി മെയിൻ ക്ലോത്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ ടോപ്പ് ഭാഗത്തിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ലൈനിങ് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം 2 സൈഡിലും. എന്നിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിൻ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഇനി കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഞാൻ ഈ കാണിക്കുന്ന സൈഡിൽ കൂടി ഒരു 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയും താഴെയും സ്റ്റിച്ച് ചെയ്യണ്ട. ഇനി നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് രണ്ടും കൂടി നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിലും ഷോൾഡറും അതുപോലെ താഴത്തെ പാർട്ടും സ്റ്റിച്ച് ചെയ്യേണ്ട. ഇപ്പം എന്താ ബാക്കിലെ പീസ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. 2 പീസും തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബാക്ക് പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക.
ഫ്രണ്ട് പീസ് നമ്മൾ തിരിച്ചിടാണ്ട് തന്നെ ഈ ബാക്ക് പീസ് തിരിച്ചിട്ടില്ലേ അതിൻ്റെ നല്ല വശം നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കണം. അപ്പം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ മേലെ മേലെ വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. എന്നിട്ട് ഇതാ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നല്ല കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഷോൾഡർ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് മറ്റേ പീസും ഇതിൻ്റെ അകത്തോട്ടേക്ക് വെക്കണം. ഇതുപോലെ ഇതിൻ്റെയും നല്ല വശം ഈ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്ത് ചേരുന്ന രീതിയിൽ ഒരുമിച്ച് ഇതുപോലെ വെച്ച് ഷോൾഡർ കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടെയും നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഷോൾഡർ ജോയിൻസ് ഒന്നും കാണില്ല, കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ജോയിൻ്റ് ഒന്നും കാണില്ല. രണ്ട് സൈഡിലും നല്ല നീറ്റായിരിക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിലും ഇതുപോലെ അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഡ്രസ്സ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാനുള്ള ബെൽറ്റില്ലേ ബാക്കിൽ കെട്ടാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 24 ഇഞ്ച് ലെങ്ത്തുള്ള അതുപോലെ 3.5 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നടുവേ ഒന്ന് മടക്കിയിട്ട് സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നടുവേ ഇതുപോലെ മടക്കുക. എന്നിട്ട് സൈഡിലും അതുപോലെ അതിൻ്റെ കോർണറിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്ന് ലൈൻ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. മടക്കുമ്പോൾ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിലാണ് കേട്ടോ മടക്കേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്തെങ്കിലും ഒരു കോലോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് തിരിച്ചിട്ടാൽ മതി. അപ്പം ഞാൻ ആ 2 പീസും ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിൻ്റെ കോർണറെല്ലാം നീറ്റാക്കി വെക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ടോപ്പ് പാർട്ട് ഉണ്ടല്ലോ, അത് ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഞാൻ 1.5 ഇഞ്ചല്ലേ സീം അലവൻസ് കൊടുത്തത്, ആ 2 സൈഡിലും 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ താഴെ ഒരു 1/2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യണം. താഴെ 2 സൈഡിലും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ മുകളിലോട്ട് വേണം ഈ സാധനം വെക്കാൻ. ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കെട്ടുന്ന വള്ളി ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം അവിടെ. അത് താഴത്തോട്ട് വെച്ചാൽ നമ്മൾ താഴത്തെ പാർട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചായി പോകും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഞാൻ വരച്ചിരിക്കുന്ന ആ ലൈനിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും കാണാൻ. ഇത് കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 സൈഡിലും നമ്മൾ ആ വള്ളി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് നമ്മൾ സെമി അംബ്രല്ല മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തുണി മടക്കേണ്ടത് എന്നുള്ളത് ഒരു പേപ്പർ വിരിച്ചിട്ട് കാണിച്ചു തരാം. ക്യാമറയിൽ ഫുള്ളായിട്ട് തുണി കൊള്ളുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ 2ആയി പേപ്പർ മടക്കിയതിന് ശേഷം അപ്പുറത്തെ സൈഡ് കോൺ പോലെ ഈ സൈഡിലോട്ടേക്ക് ഇതുപോലെ എടുത്തു വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കേണ്ടത്. അപ്പോൾ ഞാൻ തുണിയെ അതുപോലെ നിവർത്തിയിട്ടിട്ട് ആ പേപ്പറിൽ ഞാൻ കാണിച്ചില്ലേ അതേ രീതിയിൽ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണം സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയെടുത്ത ടോപ്പിൻ്റെ പാർട്ട് ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ 2 ഭാഗവും ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ടൊന്ന് അളന്ന് നോക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 7 ഇഞ്ച് നമ്മൾ സെൻറ്ററിലും കൂടി ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് കേർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് വേണ്ടത്. അപ്പം ഞാൻ 14.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 1/2 ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യാനും പിന്നെ 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും വേണം.
എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ 14.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ കേർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതൊരു സെമി സർക്കിൾ ഷേപ്പിലാണ് കിട്ടുക. നമുക്ക് ഒരു സെമി അംബ്രല്ല ഷേപ്പ് അല്ലെങ്കിൽ സെമി സർക്കിൾ ഷേപ്പ്. ഇനി നമുക്ക് ടോപ്പ് പാർട്ടുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിത് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം ഈ കട്ട് ചെയ്ത തുണിയുടെ നല്ല വശത്ത് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടിന് നല്ല വശങ്ങൾ ചേരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പേ അതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല വൃത്തിയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് ഞാൻ നേരത്തെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ലൈനിങ്ങിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ താഴത്തെ പാർട്ട് രണ്ടായിട്ടൊന്ന് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് പാർട്ട് ആ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത് ഫ്രോക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ലൈനിങ് പാർട്ടില്ലേ, ഇതുപോലെ വെച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ല വശം ഫ്രോക്കിൻ്റെ മോശം വശത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് കണ്ടാം ഉള്ളിൽ നല്ല നീറ്റായിട്ടാണ് ഈ ജോയിൻറ്റ് വന്നിട്ടുണ്ടാവുക. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമുക്ക് ജോയിൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. കണ്ട. ഇനി ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ റോൾഡ് ഹെം ഫൂട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗോൾഡൻ ലേസ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ ആ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാകും കാണാൻ. ഇനി നമുക്കിതിൽ സിബ് അറ്റാച്ച് ചെയ്യണം. അത് ഞാനൊരു ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സിബ് വെച്ചതിന് ശേഷം ഇതിങ്ങനെ തുറന്നിട്ട് ഈ സൈഡിൽ നമ്മൾ സിബ് വെക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് കൊടുത്തില്ലേ, അവിടെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലെ ഈ സിബിൻ്റെ ആ കമ്പി വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ടൊന്ന് ഇതുപോലെ പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് സിപ്പർ ഫൂട്ട് ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് മറ്റേ സൈഡ് ഇതേപോലെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനിൻ്റെ മേലെ തന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലും സിബിൻ്റെ ആ കമ്പി വരുന്ന ആ സൈഡ് ചേർത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കൊന്ന് അടച്ച് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ താഴത്തെ പാർട്ട് ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫ്രോക്ക് ഇതുപോലെ തിരിച്ചിടുക. എന്നിട്ട് ആദ്യം അതിൻ്റെ നല്ല വശങ്ങൾ, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഞാൻ കാണിക്കുന്ന ആ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് പീസസും അതേപോലെ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെയും ആ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു സ്റ്റോണ് ഈ 6000 എന്ന് പറയുന്ന ഈ ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രോക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.